afternoon. കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ? ഹോപ്പ് ദി സ്ക്രീൻ ഈസ് വ്യൂവബിൾ. നീവ ഒന്ന് പറയോ? കാണുന്നില്ലേ? മിസ് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. So as with respect to our syllabus, we are to complete module 1 because it is analogous to chemistry. കെമിസ്ട്രിയിലെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഓൾ ദ കോളേജസ് വിൽ ബി ഗോയിങ് യൂണിഫോം. ആ രീതിയിൽ നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ് അത് പെൻഡിങ് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ വി ഹാവ് കംപ്ലീറ്റഡ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2-ലെ വി ആർ ടു കംപ്ലീറ്റ് മിക്സ്ഡ് ഡിസൈൻ വിച്ച് യു വിൽ ബി സ്റ്റഡിങ് ഇൻ യുവർ ACT. അപ്പോൾ അത് അവിടെ കവേർഡ് ആകും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സെമിനാർ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം ഉണ്ടായിരിക്കുമല്ലോ. ഓണേഴ്സിന് ഇവാലുവേഷൻ്റെ പാർട്ടായിട്ട് യു ഷുഡ് ഹാവ് എൻ ഓഫ്ലൈൻ സീരീസ് എക്സാമിനേഷൻ. സോ അതിന് മുന്നേ ഒരു വീക്ക് നിങ്ങളുടെ ആസ് അസൈൻമെൻറ്റ് ഇവാലുവേഷൻ യു ഹാവ് ടു പെർഫോം മിക്സ്ഡ് ഡിസൈൻ പ്രൊസീജിയർ. ഓക്കെ, അതിൽ ദയ മാത്രമായിരിക്കും ഇതിൽ വരാത്തത്. അപ്പോൾ ദയ അതൊരു റൈറ്റപ്പായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ബാക്കി എല്ലാവരും അത് റിപ്പോർട്ടായിട്ട് വയ്ക്കണം. ദയ അത് പഠിച്ച് അതിന് ശേഷം പഠിച്ച് പറയുകയും ചെയ്യുക. ഓക്കെ, ദെൻ അത് ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 2. Then we had started and we were completed. We had completed 3/4 of module 3 അല്ലേ? അപ്പോൾ ഇത് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇവിടെ in module 2 special concrete അല്ലേ? You have seen what is conventional concrete. You have seen what are the special concretes. Then in buildings or in construction you need to have metals. അപ്പോൾ steel is one metal, aluminum is one metal. So all its end products we have seen in module 2. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ബിൽഡിംഗ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. മോഡേൺ എന്നുള്ളത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ബിയോണ്ട് കൺവെൻഷണൽ കോൺക്രീറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി എമർജിംഗ് എറ യു നീഡ് ടു ഹാവ് ദി സ്പെഷ്യൽ കോൺക്രീറ്റ്. സോ വി ഹാവ് സ്റ്റഡീഡ് ഓൾ ദീസ് വിച്ച് ആർ ഇൻ ഇൻഡസ്ട്രി യൂസ്. Okay, so likewise metals-ilum ulla the modern usage metals. What are the modern metals and its process products etc. you have seen. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മൊഡ്യൂൾ 3-ൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? ആർദ്ര. ഇത് കാണുന്നില്ലേ മൊഡ്യൂൾ 3-യുടെ 2 ടൈറ്റിൽ ഒന്ന് പറയാമോ? സാനിയ ഉണ്ടോ? ഇത് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞ സ്ലൈഡ് കാണുന്നില്ലേ നോക്കാനായിരുന്നു. Composites, types of plastics. ഓക്കെ. സോ ഇൻ മൊഡ്യൂൾ 3 ഓക്കെ കേട്ടോ, കോമ്പോസിറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. കോമ്പോസിറ്റ്സ് മീൻസ് ദീസ് ആർ ദി തിങ്സ് യു ഹാവ് ടു കവർ ഇൻ കോമ്പോസിറ്റ്സ്. പ്ലാസ്റ്റിക് ഈസ് വൺ കോമ്പോസിറ്റ്, ദെൻ FRP ഫൈബർ ഇൻഫോഴ്സ്ഡ് പോളിമേഴ്സ് അല്ലേ? കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? when you are blending 2 more materials together, so it will be referred to as composites അല്ലേ? അപ്പോൾ അതിൻ്റെ if you are taking the molecular structure you can't identify a single atom or as such. അപ്പോൾ അതിൽ composites means if you are taking the cross section etc. you can see different materials, or in microscopic view also different materials are blended together. different molecular structure ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് FRP അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് അവിടെ വരുന്ന കോമ്പോസിറ്റ്സ്. ദെൻ ഇവിടെ ഇതിന് ശേഷം നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ലേ? നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നോൺ സ്ട്രക്ചറൽ മീൻസ് സ്ട്രക്ചറൽ മെറ്റീരിയൽസും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസും ഉണ്ട് അല്ലേ? നമ്മുടെ മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. സോ യു നോ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് മീൻസ് their purpose will be to take the load. കോൺക്രീറ്റ് ഇസ് എ സ്ട്രക്ചറൽ മെമ്പർ, സ്റ്റീൽ ഇസ് എ സ്ട്രക്ചറൽ മെമ്പർ അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതാണ് മെയിനായിട്ട് വരുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഇൻ സംടൈംസ് വുഡ് വിൽ ബി taken as a structural member. So that are all structural members. So നോൺ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലേ? അവിടെ ലോഡ് ക്യാരിങ് എന്ന് പറയുന്ന ഒരു പർപ്പസേ വരുന്നില്ല. ലോഡ് carrying is irrelevant there. So which are the materials which are used for that purposes? അപ്പോൾ അങ്ങനെയുള്ള നമുക്കറിയാം അല്ലേ? തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ട്
പുറത്ത് ഭയങ്കര കൂളാവുമ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മൾ എന്തായിരിക്കും, നമുക്ക് ഒരു ചൂട് വാംത്ത് ഫീൽ ചെയ്യണം. ആ രീതിയിലൊക്കെ നമ്മൾ ബിൽഡിങ്ങിനെ മോഡിഫൈ ചെയ്യാനായിട്ടൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യില്ലേ. അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര, ഇഫ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ ദി എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, you should have a peaceful temperature in within your building. So for that you will be making use of some materials. അപ്പം അങ്ങനെയൊക്കെ ടെമ്പറേച്ചർ റെസിലിയൻ്റ് ആയിട്ടുള്ള തെർമൽ ഇൻസുലേഷൻ, അക്കൗസ്റ്റിക്, അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് പറയുന്നത്. സിലബസിൽ പറയുന്നത് ഇതൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ എന്താണ് നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ക്രൈറ്റീരിയ? തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയൽസ് ആർ വൺ category of non-structural materials. Likewise, acoustic, in order to sound proofing, അല്ലേ? ഇഫ് യു നീഡ് ടു അബ്സോർബ് ദി സൗണ്ട്, ഫോർ എക്സാമ്പിൾ എവിടേക്ക് ആയിരിക്കും അത്, എല്ലാ ഇതിലും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ നമ്മൾ ചില ബിൽഡിങ്സിൽ പെക്യുലിയർലി ഇൻ തിയേറ്റേഴ്സ്, സിനിമ തിയേറ്റേഴ്സ്, ഓഡിറ്റോറിയംസ്, ഡാൻസിങ് ഹാൾസ് എക്സെട്ര, യു മസ്റ്റ് ഹാവ് ദിസ് അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽസ്. മേ ബി ഇൻ യുവർ ഹൗസസ് എക്സെട്ര വി വിൽ നോട്ട് ബി, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കറക്റ്റ് നമ്മൾ അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് വെക്കണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ ചില ബ്രിക്സും അങ്ങനെയുള്ളതൊക്കെ അത് ആക്ച്വലി, അല്ലെ, നമ്മളത് ആലോചിച്ച് നോക്കുക, ഒരു 2 ബ്രിക്ക് തിക്ക് വാൾ വരികയാണ്, അല്ലെങ്കിൽ 2.5 ബ്രിക്ക് തിക്ക് വാളൊക്കെ വരുമ്പോൾ ഇൻഡയറക്ട്ലി ദാറ്റ് ഈസ് കട്ടിങ് ഓഫ് ദി സൗണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട് ശരിക്കും. നമ്മൾ അതുപോലെ നമ്മുടെ ഡോർസും വിൻഡോസും അങ്ങനെയുള്ളതൊക്കെയും ഈ സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം പക്ഷേ ആ ഒരു ലേബലിൽ നമ്മൾ പറയുന്ന അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കണം. ദെൻ റീസൈക്കിൾ മെറ്റീരിയൽസ്, വാട്ടർ പ്രൂഫ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ഇത് വീണ്ടും പറയുന്നത് വെച്ചാൽ, ടിക്കേം കോളേജിൽ ഒരു നോട്ട് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി, അപ്പം ഈ നോട്ടും കൂടി പഠിക്കാലോ എന്ന് വെച്ചിട്ട് ഇത് വീണ്ടും പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൽ ഓക്കെ അല്ലേ? ഈ മൊഡ്യൂൾ 3 കാണുന്നില്ലേ? ഇതിപ്പോൾ PDF ആയിട്ടല്ല, സോറി, PPT ആയിട്ടല്ല, ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ എവിടെയില്ലേ? ശരണ്യ, ഇത് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സോ മോഡേൺ നമുക്കറിയാം, ഇതാണ് നമ്മുടെ സിലബസ്, അല്ലേ? ഇത് ഫസ്റ്റ് 3rd മൊഡ്യൂളിൻ്റെ എൻ്റെ സിലബസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ മിസ്സായിട്ടുള്ളവരുണ്ട്, കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. വി ഹാവ് കവേർഡ് ഓൾ ദീസ് കോമ്പോസിറ്റ്സ്. അവർ ഡിസ്കഷൻ ഈസ് ഓവർ വിത്ത് റെസ്പെക്ട് ടു ഓൾ ദീസ് elements. Now we are to the structural non-structural materials. Now introduction of non-structural materials criteria. So എന്തൊക്കെ ഇവർ പറയണത്? എന്താണ്? ഇതൊരു സിലബസിലൊരു ടേം ആണല്ലോ, മീൻസ് ഒരു ടോപ്പിക് ആണല്ലോ, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയ? അപ്പോൾ ഇഫ് യു ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീടിന് ഒരു തെർമൽ കംഫർട്ട് വേണം എന്ന് വിചാരിച്ചോളൂ, അല്ലേ? അപ്പോൾ അതായത് മേ ബി നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ഭയങ്കര തണുപ്പുള്ള റീജിയനിലുള്ള ഒരു വീടാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് യു നീഡ് ടു ഹാവ് സം തെർമൽ ഇൻസുലേറ്റേഴ്സ്, അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ അത് ബാലൻസ് ചെയ്ത് പോകാനുള്ള മെറ്റീരിയൽസ് അവിടെ വേണം. എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് ദി തെർമൽ മെറ്റീരിയൽസ്, തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയൽസ്, തെർമൽ പ്രൂഫ് മെറ്റീരിയൽസ് എക്സെട്ര. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ്, ഇപ്പോൾ കേരളത്തിൽ അതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണമെന്നുണ്ടായിരിക്കും. അതിൻ്റെ തനതായ അത് വേണമെന്നുണ്ടായിരിക്കില്ല. ഇൻഡയറക്ട്ലി നമ്മൾ അങ്ങനെയൊക്കെ ബിൽഡിങ്ങിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ അക്കൗസ്റ്റിക്, അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സിനിമ തിയേറ്റർ, അവിടെയൊക്കെയാണെങ്കിൽ മസ്റ്റായിട്ടും അക്കൗസ്റ്റിക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് വേണം. അതുപോലെ ഫയർ ഹസാർഡ്, സം ഫാക്ടറീസ്, ഓക്യുപ്പൻസി ഓഫ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഏത് ഓക്യുപ്പൻസിയിലാണ് വരുന്നത്? നമ്മൾ കുറേ ഗ്രൂപ്പ് എ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ബേസിക് സിവിൽ പഠിച്ചിട്ടില്ലേ? ആരാ പറയണേ? ആരതി എന്ന് പറഞ്ഞേ. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ഏതിലാണ് വരിക? വാട്ട് ആർ ദി ഓക്യുപ്പൻസി ഓഫ് ബിൽഡിങ്സ് ക്ലാസിഫിക്കേഷൻ? അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും അവിടെ നിന്ന് എഴുതി വയ്ക്കൂ. അപ്പോൾ അതിൽ കുറേ നിങ്ങൾ പഠിക്കത്തില്ലേ? ഫാക്ടറീസ് ഒരു കാറ്റഗറിയിൽ വരും. ബേസിക് ഗ്ലോറിയ മിസ് പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും, S1. ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ അവിടെ? ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പാർവതി,
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? ഗ്രൂപ്പ് എ അല്ലേ? ആ ഓക്കെ. അപ്പൊ അതൊക്കെ മനസ്സിൽ വേണം കേട്ടോ. ഗ്രൂപ്പ് എന്ന് പറയുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. എന്താ പറയുന്നവര് ഫോർ ദി സ്ലീപ്പിംഗ് ഓർ നോൺ സ്ലീപ്പിംഗ് ആയിട്ട് എന്നുള്ള രീതിയിലൊക്കെ കുക്കിംഗ് ഓർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ പറയുന്നത് നമ്മള്. അങ്ങനത്തെ രീതിയിൽ ഫ്ലാറ്റുകളും റെസിഡൻഷ്യൽ ഹൗസസ്, ലോഡ്ജസ് അതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അത് ഫയർ എന്ന് പറയുന്ന കാരണം എന്താ, ഇപ്പൊ ഫയർ ഹസാർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടായിരിക്കും, ഒക്യുപ്പൻസി കാറ്റഗറിയിൽ വരുന്ന ബിൽഡിങ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് ദി ഫയർ പ്രൂഫ് എലമെന്റ്സ്. ഫയർ പ്രൂഫ് അല്ല, എന്താണ്, ഫയർ ഹസാർഡസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആ തരം ഇത് വേണ്ടേ, ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എംബഡ് ചെയ്യണ്ടേ അവിടെ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഫംഗ്ഷനാലിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ദെൻ ഡ്യൂറബിലിറ്റി, അതുപോലെ എന്താണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിന്. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വീട് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കുഡ് ബി എനി ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റോഡ്, ഡാംസ്, ബിൽഡിങ്സ് എക്സെട്ര. അപ്പൊ അതിന്റെ വെയർ വരാതിരിക്കാനായിട്ട്, കൊറോഷൻ ഒക്കെ നമ്മുടെ സ്ട്രക്ചറിൽ ബാധിക്കാതിരിക്കാനായിട്ടും, എൻവിറോൺമെന്റലി ഫിറ്റ് ആവാനായിട്ടും, അതായത് ഡ്യൂറബിൾ ആവാനായിട്ട്, നിങ്ങളുടെ സ്ട്രക്ചർ ഡ്യൂറബിൾ ആവാനായിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യില്ലേ. അതൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ പോയിന്റ്സ് കേട്ടോ. നമ്മൾ ഈ തെർമൽ ഇൻസുലേഷൻ, അക്കോസ്റ്റിക് അതൊക്കെ യൂസ് ചെയ്താലല്ലേ, തെർമലൊക്കെ യൂസ് ചെയ്താലല്ലേ ഡ്യൂറബിൾ ആവുള്ളൂ. അതുപോലെ സസ്റ്റൈനബിലിറ്റി, ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദി എറ. വി ഹാവ് ഹൗ മെനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? ആർക്കെങ്കിലും അറിയോ? നമുക്ക് യുണൈറ്റഡ് നേഷൻസ് UNDP have declared 17 sustainable development goals. Okay, അപ്പോൾ വേൾഡ് ഈസ് ലുക്കിംഗ് ഓവർ ഫോർ ദോസ് 17 sustainable goals for the well-being of the universe. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അപ്പോൾ അത് അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഭയങ്കര അല്ലേ, 2015 SDGകളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്താണ് മൊത്തത്തിൽ പോവർട്ടിനെ എറാഡിക്കേറ്റ് ചെയ്യാൻ, അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ നല്ല എന്ന് പറഞ്ഞാൽ അതൊന്ന് നോക്കുക കേട്ടോ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോക്കുക SDG എന്ന് പറയുന്നത് എന്താണ്. അപ്പം അതിൽ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ താമസം, നമ്മുടെ ആ ഒരു പാർപ്പിടം അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ സസ്റ്റൈനബിൾ ആയിരിക്കണം. ബീങ് എ സിവിൽ എഞ്ചിനീയർ നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്താണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ്. വി ഹാവ് ടു ബിൽഡ് അപ്പ് ദി സസ്റ്റൈനബിൾ എൻവിറോൺമെന്റ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ എന്താ പറയുക, ആ രീതിയിലല്ലേ നമ്മൾ ഫ്യൂച്ചറിനെ കൂടി മുൻകണ്ടുകൊണ്ടല്ലേ ഇതാ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നതിനെ നോക്കി കാണണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസിനെ വിൽ ബി ഇൻകോർപ്പറേറ്റിംഗ് ഇൻ യുവർ കൺസ്ട്രക്ഷൻ. ഓക്കെ. അതുപോലെ കോസ്റ്റ് നോക്കിയിട്ടായിരിക്കും, ഈസ് ഓഫ് ഇൻസ്റ്റലേഷൻ അല്ലേ. അപ്പം അതേ എസ്തെറ്റിക്സ്, കളർ, ടെക്സ്ചർ, ഡിസൈനൊക്കെ നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ റെഗുലാരിറ്റി, കംപ്ലയൻസ്, അതായത് എന്തായിരിക്കണം, ഓൾ ദീസ് തിങ്സ്. ഫോർ എക്സാമ്പിൾ ഫയർ സേഫ്റ്റി element, if you are incorporating in your building, it should be complied with the building code regulations അല്ലേ. അപ്പം അവർ പറയുന്ന ആ ഒരു കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫയറിൻ്റെ ഒക്കെ ഒരു അങ്ങനെ എന്തോ സാധനമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അതൊക്കെ പറയുന്ന ആ കോഡൽ പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ മെറ്റീരിയൽ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ വില ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നല്ല യൂസ് ചെയ്യുമ്പോൾ ഗുഡ് ക്വാളിറ്റി, നല്ല കോഡൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്ന സാധനങ്ങൾ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് പറയുമ്പോൾ ലോഡ് ക്യാരി ചെയ്യില്ല, പക്ഷേ വേറെ പർപ്പസുകളായിട്ട് സെർവ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർ എക്സാമ്പിൾസ് ലൈക്ക് പാർട്ടീഷൻ, ക്ലാഡിങ്, സീലിങ്സിൽ, ഫിനിഷസിൽ, ഇൻസുലേഷനിലും വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് പറയാം അല്ലേ. ഓക്കെ. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ പറഞ്ഞു. പിന്നെ അതിൽ വരുന്നത് മോയ്സ്ചർ ബാരിയർ, നമ്മുടെ നോട്ടിലും ഉണ്ടായിരുന്നു. കൂടാതെ ഈ നോട്ടിൽ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെ മോയ്സ്ചർ ബാരിയറായിട്ട് മോയ്സ്ചർ പുറത്തുള്ള ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചർ പെർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മോയ്സ്ചർ ഷുഡ് നോട്ട് ഇൻഫിൽട്രേറ്റ്, ഷുഡ് നോട്ട് കം ഇൻ ടു യുവർ ഹൗസ് ത്രൂ ദി ബ്ലോക്ക് വർക്ക് അല്ലേ. ബ്ലോക്ക് വർക്കിലൂടെ, ബ്രിക്ക് വർക്കിലൂടെ അത് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിക്ക് വർക്കിലാണെങ്കിലും ടൈലിലാണെങ്കിലും നമ്മുടെ ആ ഒരു സംഭവം റൂഫിംഗ് ടൈൽ, ഫ്ലോറിംഗ് ടൈൽ, അവിടെയൊക്കെ നമ്മൾ മോയ്സ്ചർ ബാരിയേഴ്സ് യൂസ് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്ത് പറയണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒന്നും കൂടി ഞാൻ നോട്ട് ഒന്നും കൂടി സീക്വൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ, ക്ലാസ് 1 എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഒക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. ലെസ് ദാൻ 0.1 പെർമിയൻസ്, പോളിത്രീൻ, റബ്ബർ മെംബ്രെയിൻസ് ഒക്കെ കോൾഡ് ഹ്യൂമഡ് ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യണം.
ക്ലാസ് 2 കണ്ടോ, ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ക്ലാസ് 3 എന്ന് പറയുമ്പോൾ ജിപ്സം ബോർഡ്, മൈൽഡ് ക്ലൈമറ്റ് റീജിയൻസിലൊക്കെ ഈ ക്ലാസ് 3 കാറ്റഗറി മോയ്സ്ചർ ബാരിയേഴ്സ് ആണ് അവർ യൂസ് ചെയ്യുക. കോൺക്രീറ്റ് സ്ലാബ് വാൾസ് അല്ലേ, അവിടെയൊക്കെ ഫ്ലോറിലും റൂഫിലൊക്കെ പറഞ്ഞ പോലെ എല്ലാം യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ തെർമൽ ഇൻസുലേഷൻ, നമ്മളത് ഓൾറെഡി പറഞ്ഞത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരെ, അത് ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞു. ഗ്ലാസ് വൂള്, റോക്ക് വൂള്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. വോളിൽ റൂഫിൽ ഇതൊക്കെ യൂസ് ചെയ്യും. മനസ്സിലായോ? ഇതിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഉള്ളൊരു പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ അക്കൗസ്റ്റിക് എന്ന് പറയുമ്പോൾ സൗണ്ട് അബ്സോർബ് ചെയ്യാനല്ലേ, അപ്പോൾ എഗെയിൻ ഈ സാധനം ഇവിടെ യൂസ് ചെയ്യും കേട്ടോ. മിനറൽ വോള്, അക്കൗസ്റ്റിക് ഫോംസ്, ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യും. അത് നോട്ട് ചെയ്യുക. ഹൈ നോയ്സ് റിഡക്ഷൻ ക്വയഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെന്തായിരിക്കും, ഭയങ്കരമായിട്ട് സൗണ്ടിനെ ടാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് തെർമൽ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, അക്കൗസ്റ്റിക്കിൻ്റെ പറ്റാവുന്ന പോയിന്റ്സും കാര്യങ്ങളും പഠിക്കുക. ഇതിപ്പോൾ അവരുടെ KML ടീച്ചറുടെ നോട്ടാണ്. അത് കൂടാതെ നമ്മൾ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സിലബസിൽ ഇവർ വെച്ചിട്ടുണ്ട്. അതൊരു നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആണല്ലോ, സിലബസിൽ പറഞ്ഞിട്ടുള്ള നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആണ്. സോ കോൺക്രീറ്റ്, റീസൈക്കിൾ കോൺക്രീറ്റ് അഗ്രീഡ്, നമ്മൾ ഇഫ് യു ആർ ഡിമോളിഷിങ് യുവർ കോൺക്രീറ്റ് ദർ വിൽ ബി ദ അഗ്രിഗേറ്റ്സ്. അപ്പം അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കോൺക്രീറ്റ് ആയിട്ടൊക്കെ ഒക്കെ യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ റീസൈക്കിൾ കോൺക്രീറ്റ്, റീസൈക്കിൾ സ്റ്റീല്, അപ്പം അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് അവർ റീസൈക്കിൾ മെറ്റീരിയൽസ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വാട്ടർ പ്രൂഫിങ് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഓൾറെഡി മോയ്സ്ചർ ബാരിയർ എന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഈ സംഭവം. സിമെൻറ്റേഷ്യസ് കോട്ടിങ്സ്, ബാത്റൂമിലും വാട്ടർ ടാങ്കിലൊക്കെ നമുക്ക് അറിയില്ലേ വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ സിമെൻറ്റേഷ്യസ് കോട്ടിങ്സ്, ഇലാസ്റ്റോമെറിക് കോട്ടിങ്സ് ഒക്കെ സങ്കൺ ഏരിയാസിലും ടെറസിലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് വാട്ടർ ടു എ ഹൗസിങ്. ഓക്കെ, അപ്പോൾ ബിറ്റുമിനസ് മെംബ്രെയിൻസ് ഒക്കെ നമ്മൾ റോഡിലൊക്കെ ആണെങ്കിൽ ഇംപെർമിയബിൾ ആവാനായിട്ട് ബിറ്റുമിനസ് മെംബ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഓൾറെഡി നമ്മൾ അതുപോലെ സർഫസ് പ്രിപ്പറേഷൻ പ്രൈമർ ഒക്കെ അടിക്കില്ല, അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ നോട്ടിലുമുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ, നമ്മുടെ നോട്ട് വെച്ച് പഠിച്ചാലും മതി. അപ്പോൾ അതോടെ നമ്മുടെ മൊഡ്യൂൾ 3 ഈസ് ഓവർ. നൗ ദിസ് ഈസ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 മിക്കവാറും നമ്മൾ 90% ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കണേ, ആരാ പറയാ, ദയ ഒന്ന് വായിച്ചേ. ഈ ടൈറ്റിൽ എന്താ ഇവിടെ എന്താ എഴുതിയിരിക്കണേ? ഇല്ലേ? കാർത്തിക, ഹലോ മിസ്. പറഞ്ഞോളൂ. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയൽ. ഓക്കെ ഗുഡ്. അപ്പോൾ ഇതിൽ നമ്മളെ മൊഡ്യൂൾ 4 വളരെ ചെറിയ മൊഡ്യൂളാണ്. ഇതിൽ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അത് എന്താണ് സ്മാർട്ട്, എന്താണ് ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അത് ഞാൻ ഫുൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, കുറച്ചൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് അതിൻ്റെ പ്രിലിമിനറി എന്താണെന്ന് മാത്രം പറയാം. ഒരു ഓൺലൈൻ ക്ലാസ് കൂടി നമുക്ക് വെച്ചാൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ മൊഡ്യൂൾ 1 എടുത്തിട്ടില്ലല്ലോ, അത് ആ കെമിസ്ട്രി പോലത്തെ സംഭവം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓണേഴ്സിൻ്റെ സിലബസ് കഴിയും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഒത്തിരി ഹൈ ലെവലിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാനുള്ള പോലത്തെ ഒരു ഡിസ്കഷനും കൂടി ഓൺലൈനിൽ നമുക്ക് വെച്ചാൽ അതോടെ കംപ്ലീറ്റ്. അപ്പോൾ 2 ഓൺലൈൻ ക്ലാസ്സും കൂടി വേണ്ടി വരും. പറഞ്ഞ പോലെ ശനിയാഴ്ച ഒന്നും എനിക്ക് വെക്കാൻ പറ്റില്ല, നമ്മൾ കോളേജിൽ NBA എന്ന് പറഞ്ഞിട്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് വയ്ക്കാൻ കാരണം. ക്ലിയർ? അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ബിൽഡിങ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് സ്മാർട്ട് മെറ്റീരിയൽ? നമ്മൾ മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ദി സബ്ജക്ട്. So in module 4 you are to know about smart and intelligent material. So there is looking at a broad sense you can see smart and intelligent. You may think smart and intelligent materials are same അല്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് തോന്നും എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സ്മാർട്ട് മെറ്റീരിയൽ? സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് വേണ്ട, സ്മാർട്ട് മെറ്റീരിയലും ഇൻ്റലിജൻറ്റ് മെറ്റീരിയലും
ഇത് പറഞ്ഞ പോലെ ടീച്ചറിൻ്റെ നോട്ട് അവർ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. ടി ക്യാമറ ടീച്ചറുടെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതായത് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അതായത് ഇപ്പോൾ ഈ സ്മാർട്ടിനേക്കാൾ ഹൈ എൻഡ് ആണ് ഇൻ്റലിജൻറ്റ്, അത് മനസ്സിലാക്കുക. സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് ബിൽഡിങ്ങിൽ മേക്ക് യൂസ് ചെയ്യാം, കൺസ്ട്രക്ഷനിൽ മേക്ക് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. കളിപ്പാട്ടങ്ങളിൽ വരെ നമ്മൾ ഈ സ്മാർട്ട് മെറ്റീരിയൽസ് അല്ലേ, ടോയ് അങ്ങനെയൊക്കെ കാണാം. സ്മാർട്ടായിട്ട് നമ്മൾ ലൈറ്റ് കത്തുന്ന ടോർച്ച്, എന്താ പറയുക, വാച്ചിലൊക്കെ അങ്ങനെയൊക്കെ പിള്ളേർ ഒക്കെ കാണില്ലേ, സ്മാർട്ട് വാച്ചസ് കാണില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്. പക്ഷേ ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് വാട്ട് ഈസ് സ്മാർട്ട് മെറ്റീരിയൽ? അത് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്ട്രെസ് അല്ല എന്താണ് ദാറ്റ് മെറ്റീരിയൽ റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ സച്ച് ആസ് ഇഫ് ദർ ഇസ് എ സ്ട്രെസ് ചേഞ്ച് ഇറ്റ് വിൽ ബി ബിഹേവിങ് ഇൻ വൺ വേ അല്ലേ. ഇപ്പം എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു സ്മാർട്ട് മെറ്റീരിയൽ നിങ്ങൾ പറയുന്നുണ്ട്. സ്മാർട്ട് മെറ്റീരിയലിന് ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോട്ടാ. അതങ്ങനെ ഒരു സാധനങ്ങളാണ്. നമ്മൾ 3-4 സ്മാർട്ട് മെറ്റീരിയൽസ് കാണും. അത് പറഞ്ഞാൽ മതിയായിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത് വേഗം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ആ മെറ്റീരിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ സച്ച് ആസ് സ്ട്രെസ്, ടെമ്പറേച്ചർ, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ളതാവും. ഇതെന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് ആ ഒരു ചേഞ്ചിനെ സെൻസ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, ദെൻ റെസ്പോണ്ട് വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഹൈ എൻഡ് അല്ലേ. ഇതത് റെസ്പോണ്ട് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. യുവർ സ്മാർട്ട് മെറ്റീരിയൽ വിൽ റെസ്പോണ്ട് ടു ദി എക്സ്റ്റേണൽ, ഇറ്റ് വിൽ ക്യാച്ച്, ഇറ്റ് വിൽ സെൻസ് ചെയ്യും, പ്രോസസ് ദി ഇൻഫോർമേഷൻ. ആൻഡ് ഇതാണ് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്, റെസ്പോണ്ട് വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ അത് ഒരു ഫീഡ്ബാക്ക്, ഒരു അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ഗുഡ് ഫീഡ്ബാക്ക് ആണ്, അത് ഒരു വർക്കബിൾ ഫീഡ്ബാക്ക് ആണെങ്കിൽ അത് അങ്ങനെ ഓക്കെ എന്നുള്ള രീതി. ഇനി അത് വർക്ക് മീൻസ് എന്തെങ്കിലും തെറ്റ് നമ്മുടെ യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയും ഇത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്നുള്ള. അപ്പോൾ നമ്മൾ ചില ഇതൊക്കെ ചെയ്യുമ്പോൾ പറയില്ലേ, അത് നമുക്ക് എന്താ പറയുക, നമ്മളെന്തെങ്കിലും പ്രോംപ്റ്റൊക്കെ കേൾക്കില്ലേ, നിങ്ങൾ ചെയ്ത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയണ അങ്ങനത്തെ ചില മൊഡ്യൂൾസൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ചില മെറ്റീരിയൽ ചില ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കാറുകളിലൊക്കെ നമ്മൾ അല്ലേ, അപ്പോൾ അതിലൊരു വാണിങ് അങ്ങനെ വരില്ലേ നമുക്ക്. അപ്പോൾ ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അത് ഇൻ്റലിജൻ്റ് ആണ്. നമ്മളുടെ ഇതെന്ന് പറയുമ്പോൾ അത് സെൻസ് ചെയ്യും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ നമ്മളെ അത് ഗൈഡ് ചെയ്യും കൂടി ചെയ്യും. അതൊരു ഫീഡ്ബാക്ക് തന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ കാറിലും അങ്ങനെയൊക്കെ നമുക്കത് ഇൻ്റലിജൻറ്റ് സംവിധാനങ്ങളൊക്കെ, ഇൻ്റലിജൻറ്റ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെയാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഇപ്പോൾ ഇതാണ്ട് സ്മാർട്ട് എന്ന് പറയുമ്പോൾ അതിന് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല. അത് അങ്ങനെ ഇത് അങ്ങനെ കൊടുത്താൽ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ. ഇവിടെയാണെങ്കിൽ എന്താണ്, അതിൽ കുറച്ചും കൂടി ഒരു ഇതാണ്, അതിന് സെൻസിങ്ങും കൺട്രോളും ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും കൂടി ആ ഒരു മെറ്റീരിയൽ വരുമ്പോഴാണ് അതിനെ ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് പ്രീ പ്രോഗ്രാംഡ് ആണെന്ന് പറയുന്നു. ഇതിനിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അത്, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ അതല്ലേ നമ്മൾ പറഞ്ഞത്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവത്തിനെയാണ് ഇൻ്റലിജൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് സിനാരിയോയിലാണ് നമുക്ക് 2 എക്സാമ്പിൾ വരുന്നത്. അല്ലാതെ കുറേ ഉണ്ടാവും കേട്ടോ, ലോകത്ത് പല വസ്തുക്കളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്മാർട്ടും ഇൻ്റലിജൻ്റ് ആയിട്ട് കുറേ പറയാം. നമുക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഷേപ്പ് മെമ്മറി അലോയ്സ് എന്നുള്ളത് ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണെന്ന് പറയുന്നു. വേറാസ് സെൽഫ് സെൻസിങ്, സെൽഫ് മോണിറ്ററിങ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ഇത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്മാർട്ട് മെറ്റീരിയൽ സ്ട്രെസ്, സ്ട്രെയിൻ, ടെമ്പറേച്ചർ, മോയ്സ്ചർ, ഇലക്ട്രിക്, മാഗ്നറ്റിക് ഫീൽഡ്, pH, ലൈറ്റ്, ഈ ഓരോ സ്റ്റിമുലസ് ചിലപ്പോൾ എല്ലാം കൂടി ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ചിലപ്പോൾ സ്ട്രെസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രെസ് ബേസ്ഡ് സ്മാർട്ട് മെറ്റീരിയൽ, സ്ട്രെയിൻ ബേസ്ഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ചില ഇത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതാണ് നമ്മുടെ അങ്ങനെയുള്ളതിനെയാണ് ഡയറക്റ്റ് റിവേഴ്സിബിൾ വേയിലാണിത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ കമ്പൈൻ വിത്ത് സെൻസർ, ഡാറ്റ പ്രോസസ്, ആക്ച്വേറ്റേഴ്സ്, ഇത് അതിന് ഫീഡ്ബാക്ക്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇറ്റ് ഈസ് എ സ്മാർട്ട് മെറ്റീരിയൽ പ്ലസ് എന്തുണ്ട് അതിൽ സെൻസേഴ്സ്, ഡാറ്റ പ്രോസസ്സിങ്, ആക്ച്വേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അതിൻ്റെ സെൻസ്, ഡിസൈഡ്, ആക്ട് ഉള്ളൊരു സൈക്കിളിലൂടെ, അതിൻ്റെ ലൂപ്പിലൂടെ, ഫീഡ്ബാക്ക് ലൂപ്പിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, പിന്നെ അതിലുള്ളത് ഒക്കെ നോട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ സ്മാർട്ട് SMA എന്ന് പറയുന്നത് ഷേപ്പ് മെമ്മറി അലോയ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണെങ്കിൽ SMA പ്ലസ് അതിൽ ഈ സെൻസറും ഈ ഇതൊക്കെ വെച്ച് ചെയ്താൽ നമ്മൾ അതിനെ ഒരു ഇൻ്റലിജൻറ്റ് എന്ന് പറയാൻ പറ്റും. എന്താ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. SMA കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. എക്സാമ്പിളാണ് SMA ഷേപ്പ് മെമ്മറി അലോയ് സ്മാർട്ടിൻ്റെ കേട്ടോ. ഇനി ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ആ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അത് റിപ്പീറ്റേഷൻ വന്നിരിക്കുക തോന്നുന്നു കേട്ടോ. ഇനി നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ ഒരു എക്സാമ്പിൾസ് പഠിക്കണം. സ്മാർട്ട് മെറ്റീരിയൽസ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ അതിൽ ഷേപ്പ് മെമ്മറി അലോയ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അലോയ്സ്? ഓഫൺ നിക്കലും ടൈറ്റാനിയം അല്ലേ ഇത്, അതിൻ്റെ അലോയ് ആണ് ഷേപ്പ് മെമ്മറി അലോയ്. അതെന്ന് പറയുന്നത് ഇത് ആലോചിച്ച് നോക്കും, ഇതാണ് നമ്മുടെ ഒരു നിക്കൽ ടൈറ്റാനിയം വെച്ചിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണിത്, സിലിണ്ടറിക്കൽ ബാർ അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് അതിനൊരു ഷേപ്പ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വളയുന്നുണ്ട്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിവേർട്ട് ബാക്ക് ടു ദി ഒറിജിനൽ ഷേപ്പ്. ഓക്കെ, ദെൻ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പായി. ഇത് കുറച്ച് ചുട്ടുപഴുത്തിരിക്കുകയായിരിക്കും, അതിനെ കൂളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വന്നില്ലേ. അപ്പം അത് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് മെമ്മറി അലോയ് എന്ന് എന്താ പറയുക, അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഒറിജിനൽ ഇങ്ങനെയാണ്. അത് എന്താണ് സ്ട്രെസ് വെൻ ഹീറ്റഡ്, എന്താ പറയണേ, അലോയ് അതൊരു എന്താ അതിലെന്തെങ്കിലും സ്മാർട്ട് മെറ്റീരിയൽ എംബഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യണേ. ഓക്കെ, ആ ഒരു നിക്കൽ ടൈറ്റാനിയം എന്ന് പറയുന്ന മേ ബി അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ അലോയ് ഫോർമേഷൻ്റെ സമയത്ത് അവരത് ഷേപ്പ് മെമ്മറി അലോയ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിക്കൽ ടൈറ്റാനിയം അല്ലാതെ എന്തെങ്കിലും ഇടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങളും സെർച്ച് ചെയ്യുമോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഫർദർ ഡിസ്കഷൻസ് നടത്താം. അപ്പോൾ അത് അങ്ങനെ ആവുമ്പോൾ മേ ബി അല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ അതാവുമ്പോൾ എന്താണ് നിക്കലും ടൈറ്റാനിയം ചേരുമ്പോഴത്തെ അലോയ് തന്നെയാണ് ഷേപ്പ് മെമ്മറി അലോയ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇങ്ങനെയായി. ഇനി അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേർട്ട് ബാക്ക് ചെയ്യുന്നുണ്ട്, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു സ്മാർട്ട് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ലാർജ് ഈ ഒരു ഇതിന് എന്തിനായിരിക്കും ഇത്ര സ്ട്രെയിൻ ഉണ്ടായാലേ, ഇത്ര കണ്ടോ, ഇത്ര അതിന് എന്താ പറയുക ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇത്രയൊക്കെ ഡീവിയേഷൻസ് ഒക്കെ വന്നില്ലേ, ആ ഒരു സാഗിങ് ഉണ്ടായില്ലേ. പക്ഷേ കണ്ടോ അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ലാർജ് റിക്കവറബിൾ സ്ട്രെയിൻ ഉണ്ട്, സ്യൂഡോ ഇലാസ്റ്റിറ്റി പ്രോപ്പർട്ടി അതിന് ഇറ്റ് ഈസ് കംപ്ലൈഡ് വിത്ത് സ്യൂഡോ ഇലാസ്റ്റിറ്റി. ദെൻ ഗുഡ് എനർജി ഡിസിപ്പേഷൻ, കൊറോഷൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഷേപ്പ് മെമ്മറി അലോയ്. ഈ പിക്ചറും കാര്യങ്ങളും വരയ്ക്കുക, ഈ കാര്യങ്ങൾ എഴുതാം. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, നിക്കലും ടൈറ്റാനിയം ചേർന്നൊരു ഇതാണ്. അപ്പം നിക്കലിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും പ്രോപ്പർട്ടി ബ്ലെൻഡ് ചെയ്യുമ്പോഴായിരിക്കാം അങ്ങനെ സ്മാർട്ട് ആവുന്നുണ്ടാവുക കേട്ടോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ 2 മണിക്കൂർ മുന്നെയാണ് എനിക്കത് ഞാനിപ്പോൾ ഇപ്പോഴല്ലേ പ്രിപ്പയർ ചെയ്തേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്ത് പഠിക്കാം. അതിൻ്റെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഈ വാക്കൊക്കെ ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കണേ. ഇനി നെക്സ്റ്റ് ഈസ് അപ്പോൾ ഇതിൻ്റെ ഒരു സിവിൽ യൂസേജ് എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഷേപ്പ് മെമ്മറി അലോയുടെ യൂസേജ് എവിടെയാണ് വരുന്നത്, അപ്പോൾ അത് പഠിക്കണം നിങ്ങൾ. എന്താണ് ഇത് എവിടെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഈ ഒരു അലോയ്സ്, ഷേപ്പ് മെമ്മറി അലോയ്സ്? ഇതിൽ റീസെൻറ്ററിങ് ഡിവൈസസ് ഇൻ സീസ്മിക് ബ്രേസിങ്, അതായത് നമ്മുടെ സ്ട്രക്ചർ എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ട്രക്ചർ അല്ലേ, ഇതുണ്ടായിരിക്കും ഡക്റ്റൈലായിട്ടുള്ള പോർഷൻസ് ഒക്കെ വളഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. ബ്രിട്ടിലായിട്ടുള്ളത് കൊളാപ്സി ക്രഷായി പോയിട്ടുണ്ടാവും, ഡക്റ്റൈലായിട്ടുള്ളത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തിരിച്ച് റിസ്റ്റോർ ചെയ്യാനുള്ളത് ഇങ്ങനത്തെ ഒരു വസ്തു നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെ തിരിച്ച് കൊണ്ടുവരണ്ടല്ലോ, സെൽഫായിട്ട് തന്നെ വരില്ലേ. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണത്. ഹീറ്റ് കൊടുത്താൽ പോരെ, മനസ്സിലായോ? കുറച്ച് ചൂടാക്കിയാൽ മതിയായിരിക്കും. ചൂടാക്കിയാൽ അത് തിരിച്ചു വരുന്നില്ലേ, മനസ്സിലായ? അപ്പോൾ അതാണ് അതിൻ്റെ റീസെൻറ്ററിങ് ഡിവൈസ്. മനസ്സിലായിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലേക്ക് മനസ്സിലായവരൊരു ഓക്കെ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടെന്നും നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്നും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ ആയാൽ ഒരു ഓക്കെ പറഞ്ഞോളൂ. ഫസ്റ്റ് സിവിൽ യൂസ് റീസെൻറ്ററിങ് ആണ്. ഓ ദയക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ കേട്ടോ. ഓക്കെ ദയ, ഓക്കെ.
മനസ്സിലായി അല്ലേ? ശരി ശരി. അപ്പം നമ്മൾ ആ സംഭവം മനസ്സിലാക്കുക. എർത്ത് ക്വൈക്കിൻ്റെ സംഭവത്തിലാണ്. അതിനെ പേരൊക്കെ നിങ്ങൾ പഠിക്കണം. റീസെൻട്രിങ് ഡിവൈസ്, ഇനിയിപ്പോൾ അങ്ങനെ പേരൊന്നും പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. കാരണം ഈ പേരൊന്നും നമ്മുടെ സിലബസിൽ പറയുന്നില്ലല്ലോ. അതായത് ഇവർ പറയുന്നത് SMA, അവരെ സിലബസിൽ ടൈപ്സ് ഓഫ് സ്മാർട്ട് മെറ്റീരിയൽസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ SMA നമ്മൾ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ എന്ത് പറയുന്നു, അപ്ലിക്കേഷൻസ് അല്ലേ പറയണം. അപ്പോൾ അതൊരു ഈ ഒരു സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. സിസ്മിക് കൺട്രോൾ സിസ്റ്റം ആണ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീസെൻട്രിങ് ഡിവൈസസ്, റീസെൻട്രി അല്ലേ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അങ്ങനെ ആലോചിച്ചാൽ മതി. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഈ ഒരു പോയിന്റ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വളഞ്ഞ് ഇവിടെ വന്നില്ലേ, മനസ്സിലായി? അതിനെ വീണ്ടും ഉയർത്തെണീപ്പിക്കുകയല്ലേ ചെയ്തത്, റീസെൻട്രി അല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് അതിന് റീസെൻട്രി ഡിവൈസ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതൊക്കെ ഞാൻ ChatGPT നോക്കിയിട്ടതാ, ഈ നോട്ടിൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കാം. രണ്ടാമത്തെ വേറെ എവിടെ യൂസ് ചെയ്യാം, സെൽഫ് ടൈറ്റനിങ് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സെൽഫ് ടൈറ്റനിങ് കേബിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കറണ്ട് കമ്പികളോ അല്ലെങ്കിൽ ഈ നമ്മുടെ കേബിൾസൊക്കെ സാഗിയില്ലേ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രെയിൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് വരുമ്പോൾ ലൂസ് ആവില്ലേ? അപ്പോൾ അത് ആ കമ്പികളൊക്കെ ഇങ്ങനെ, കേബിൾസൊക്കെ ഇങ്ങനെ വളഞ്ഞ് പോവില്ലേ? അപ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ, ഹീറ്റ്, അന്തരീക്ഷത്തിലെ ഹീറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് അതിനെ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഈ SMA ആണെങ്കിൽ, SMA നിക്കൽ ടൈറ്റാനിയം വസ്തുവാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്താവും, അത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ചപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരില്ലേ? അപ്പോൾ അതാണ് സെൽഫ് ടൈറ്റൻ ആവും. സെൽഫ് ടൈറ്റനിങ് കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് ആ പ്രീ ഡിഫൈൻഡ് ലെങ്ത്തിലേക്ക് വരാൻ പറ്റും. ആ സാഗിങ്ങും അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ എർത്ത് ക്വൈക്കിൻ്റെ കേസ് പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിത് vibration control dampers are the devices used to dissipate dynamic energy caused by earthquake. ഈ പറയുന്ന ഡാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ വൈബ്രേഷൻ വരുമ്പോൾ അതിനെ പിക്കപ്പ് ചെയ്യാനുള്ള സാധനത്തിനെയാണ് ഡാമ്പേഴ്സ് പറയുന്നത്. അതായത് എർത്ത് ക്വൈക്കിൻ്റെ ഒക്കെ ഫോഴ്സ് വരില്ലേ, അപ്പോൾ എർത്ത് ക്വൈക്കിൻ്റെ വേവ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബിൽഡിങ്സ് എന്താവും, ഷേക്കൊക്കെ ചെയ്താലേ, അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, റെസൊണൻസ് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ആ ബിൽഡിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഒത്തുചേർന്ന് നിങ്ങളുടെ എർത്ത് ക്വൈക്കിൻ്റെ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം എന്താ സംഭവിക്കുക? ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ അവിടെ നിന്ന് എഴുതി വെച്ചോ. ആ ഒരു വസ്തുവിന് അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ, ഏതൊരു വസ്തുവാണെങ്കിലും മാസും സ്റ്റിഫ്നെസ്സും ഉണ്ടെങ്കിൽ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, ഇപ്പോഴത്തെ 6ലാണോ തോന്നുന്നു, SAയിൽ ഡൈനാമിക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇല്ല തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സംഭവമുണ്ട്. മാസ്, സ്റ്റിഫ്നെസ് അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ω(n) എന്ന് പറയുമ്പോൾ √K/m എന്ന് പറയും. അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ എർത്ത് ക്വൈക്കിൻ്റെ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി വരുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് നല്ല ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ഫീൽ ചെയ്താൽ, നമ്മുടെ പാട്ട് വെച്ചപ്പോഴേ ഭയങ്കര ബീറ്റുള്ള പാട്ട് വരുമ്പോൾ ബസ് ജെർക്ക് ചെയ്യണം നിങ്ങൾ ഫീൽ ചെയ്താ, ബസ് ഇങ്ങനെ ചാടുണ്ടായിരുന്നു. അതപ്പോൾ ബസ്സിൻ്റെ ആ ഫ്രീക്വൻസിയോട് നമ്മുടെ ഈ പാട്ടിൻ്റെ ഫ്രീക്വൻസി വരുമ്പോഴാണ് അത് എന്തായത് തുള്ളി ചാടാൻ തുടങ്ങിയത്. ചിലപ്പോൾ ചില പാട്ടൊക്കെ മയത്തിൽ പോകുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ അത് നമ്മൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് അത് വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ ആ ഒരു അങ്ങനെ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ പിക്കപ്പ് ചെയ്യാനുള്ള സാധനത്തിനെയാണ് നമ്മൾ ഡാമ്പേഴ്സ് പറയും. അപ്പോൾ ഡാമ്പേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. പലതരം ഡാമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഡോർ അടയുമ്പോൾ നമ്മൾ ഒരു സാധനം വെക്കില്ലേ, സ്റ്റോപ്പർ വെക്കില്ലേ ഡോറ്, അല്ലെങ്കിൽ ആ ഡോർ ഇങ്ങനെ അടയുമ്പോൾ അതിൻ്റെ അത് കാരണം എന്താ അടഞ്ഞടിക്കുകയാണെങ്കിൽ നമ്മൾ അത് നിർത്താനല്ലേ നമ്മൾ ആ സ്റ്റോപ്പർ അവിടെ വെക്കണേ. അപ്പോൾ അതൊരു ഡാമ്പറാണ്. സിമ്പിൾ രീതിയിൽ പറഞ്ഞാൽ ഡോറിൻ്റെ സ്റ്റോപ്പർ എന്ന് പറയുന്ന ഒരു ഡാമ്പറാണ്. ക്ലിയർ? അപ്പോൾ അതാണ് ഓസിലേഷൻ കുറയ്ക്കാനുള്ള സംഭവത്തിനെയാണ് ഡാമ്പേഴ്സ് പറയാം. അപ്പോൾ ഈ ഡാമ്പേഴ്സിലൊക്കെ സ്മാർട്ട് എന്താ, നമ്മുടെ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, SMA അല്ലേ, ഷേപ്പ് മെമ്മറി അലോയ്സ് SMAs ഡാമ്പേഴ്സിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാ തോന്നുന്നു. ഇവരിവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കണ്ടോ ഇവർ ബ്രേസിങ് ഒക്കെ ആയിട്ട് എർത്ത് ക്വൈക്കിൻ്റെ അത് പറഞ്ഞത് ഇങ്ങനെയുള്ളതാണെങ്കിൽ ഈ SMA വയറുകളാണ് ഉപയോഗിച്ചെങ്കിലേ അതിനെ ആ ബിൽഡിങ്ങിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് ആ ബിൽഡിങ്ങിനെ വളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതിനെ അത് കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് ഹുക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഈ പടങ്ങളൊക്കെ ഒന്ന് വരച്ചിട്ട് കാണിക്കുക കേട്ടോ. അതുപോലെ ഇതൊക്കെ എന്താ വെച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല.
എന്തായാലും ഇതൊന്ന് വരച്ചു വെച്ചോളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ഫസ്റ്റ് SMA എന്ന് പറയുന്നത് സ്മാർട്ട് മെറ്റീരിയൽ കഴിഞ്ഞു. ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഷേപ്പ് എന്തായാലും ഷേപ്പ് മെമ്മറി അല്ലോ SMA കേട്ടോ. അതാണ് നമ്മുടെ കഴിഞ്ഞത് ഫസ്റ്റ് മെറ്റീരിയൽ. അടുത്തത് പീസോ ഇലക്ട്രിക് മെറ്റീരിയലും എന്താണ് സ്മാർട്ട് മെറ്റീരിയലാണ് രണ്ടാമത്തെ. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉൽപ്പാദിക്കപ്പെടുകയാണെങ്കിൽ അതിനെയാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പേയ്മെൻറ്റിലൊക്കെ നമ്മളത് ചില പുറം നാടിലൊക്കെ യൂസ് ചെയ്യും. നമ്മളതിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾക്കറിയാം ഈ കറണ്ട് വരുന്ന എങ്ങനെയാ, ഹൈഡൽ പവറൊക്കെ അവിടെ എന്താ കൈനറ്റിക് എനർജി അല്ലേ, മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതുപോലെ എന്ത് ചെയ്യാം, ഏതൊരു എനർജിക്കും വേറെ എനർജി ആയിട്ട് മാറുമ്പോൾ ഇതൊക്കെ ചെയ്യാലോ, മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് നമ്മളൊരു ഇമ്പൾസ് ഫോഴ്സ് കൊടുക്കുമ്പോൾ മേ ബി എന്തെങ്കിലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്യുപ്മെൻസും കൂടി അതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. അതായത് ആ മെറ്റീരിയൽ പീസോ ഇലക്ട്രിക് എന്ന് പറയുന്ന മെറ്റീരിയലിൽ നമ്മളൊരു ഫോഴ്സ് കണ്ട ഈ പടം നോക്കിയാൽ മതി. പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നേ കണ്ടോ, അത് ഗാൽവനോമീറ്റർ അല്ലേ ഇത്. അപ്പോൾ അതിലേക്ക് കണ്ടോ കറണ്ട് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരിച്ചും അവർ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് ഉൽപ്പാദിക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള വസ്തുവിനെയാണ് പീസോ ഇലക്ട്രിക്. ഏത് വസ്തുവിലാണോ നമ്മൾ അങ്ങനെ ഒരു തരം മെറ്റീരിയൽ ഉണ്ട് കേട്ടോ പീസോ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പം അത്രയ്ക്കും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി വേണമെങ്കിൽ ഇതിനൊന്ന് എൻഹാൻസ് ചെയ്യാം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂറാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സമയത്താണ് ഞാനിതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ പോയിന്റ്സ് ആഡ് ചെയ്യാം കേട്ടോ, എങ്ങനത്തെയുള്ള സാധനങ്ങളാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പോൾ ഇവർ പറയുന്നുണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയുള്ളതിനെയും പീസോ ഇലക്ട്രിക് എന്ന് പറയുന്നതാണ്. ഇതിൽ പോയി മിസ്സിൻ്റെ നോട്ടിൽ കാണാറ് നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. നമ്മൾ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് ഉൽപ്പാദിക്കപ്പെടുകയാണെങ്കിൽ അതിനൊരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയും കേട്ടോ. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ബൈ ഡയറക്ഷണൽ കപ്ലിംഗ്. അപ്പോൾ അതിന് സെൻസ് ചെയ്യാനും അത് ആക്ച്വേറ്റർ ആക്കാനും ഒക്കെ ഒറ്റ സിംഗിൾ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. അതേ എലമെൻറ്റിൽ നമുക്ക് സ്ട്രെയിൻ ഡിറ്റക്ട് ചെയ്യാനും വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഹൈ സെൻസിറ്റിവിറ്റി ആണ്, കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഫീച്ചേഴ്സ്. ഇനി സിവിലിൻ്റെ യൂസ് എന്താന്ന് പറയുമ്പോൾ അതായത് എംബഡഡ് സെൻസേഴ്സ് ഇൻ ബീംസ് ആൻഡ് ബ്രിഡ്ജസ് ഫോർ ഡാമേജ് ഡിറ്റക്ഷൻ. അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും എന്നല്ലേ പറഞ്ഞേ. അപ്പം അൺഡിസൈറബിൾ ആയിട്ട് വല്ല ഫോഴ്സൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി മീൻസ് ക്രാക്കൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഡാമേജ് ഡിറ്റക്ഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് മെറ്റീരിയൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. പേയ്മെൻറ്റിൽ റോഡിലൊക്കെ പീസോ ഇലക്ട്രിക്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഇതില്ലേ എന്താ പറയുക, നമ്മളതിൻ്റെ ഈ സോളാർ പവർ പോലെ ചിലപ്പോൾ സോളാർ പവർ ബേസ് ചെയ്തിട്ട് ഈ എന്താണ് നമ്മുടെ ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ സിഗ്നലില്ലേ, സിഗ്നല് വച്ചാൽ മഞ്ഞ ആ ഒരു നമ്മുടെ ആ സിഗ്നല് അത് പ്രവർത്തിക്കാൻ കറണ്ട് വേണ്ടേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ സോളാർ പവർ യൂസ് ചെയ്തിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ പകരം ഈ പീസോ ഇലക്ട്രിക് ആയിട്ടുള്ള കറണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു കറണ്ട് റോഡിലെ ഈ സാധനത്തിനെ സിഗ്നലിനെയൊക്കെ ഇലുമിനേറ്റ് ചെയ്യാമല്ലോ കാളത്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനൊക്കെ പീസോ ഇലക്ട്രിക്. അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. ഈ ഒരു സംഭവം ഞാൻ അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഡാമേജ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ അത് ഇത്തിരി ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. റോഡിൽ പീസോ ഇലക്ട്രിസിറ്റി ഇതൊക്കെ സെമിനാറിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. റോഡിലെ കറണ്ട് വെച്ച് നമുക്ക് അതുപോലെ എന്തും ചെയ്യാമല്ലോ. മൈൽഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ? അപ്പം അതിന് ഇവിടെ പക്ഷെ അവർ ഇതിൻ്റെ കാര്യമാണ് പറയണത്, ഈ ഒരു സംഭവത്തിൻ്റെ പിക്ചറാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് പിന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് അടുത്ത സ്മാർട്ട് മെറ്റീരിയൽ ഇതും കൂടിയുള്ളൂ, 2 കൂടിയുള്ളൂ, അത് കഴിഞ്ഞു കേട്ടോ. ഇലക്ട്രോ ക്രോമിക് തെർമോക്രോമിക് മെറ്റീരിയൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ നമുക്ക് ചില ഇതില്ലേ, ഗ്ലാസ് നമ്മുടെ വിൻഡോ ഗ്ലാസിൻ്റെ കളർ മാറില്ലേ, അതുപോലെ ചിലപ്പോൾ ഒപ്പേക്ക് ആവും, ട്രാൻസ്പെറൻ്റ് ആവും. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സെൻസർ, ടെമ്പറേച്ചർ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ട് അതിൽ സെൻസേഴ്സ് നമ്മൾ എംബഡ് ചെയ്യാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുക, ടെമ്പറേച്ചർ കുറയുമ്പോൾ പുറത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഗ്ലേസിങ്സ്, സ്മാർട്ട് വിൻഡോസ്, ഫെക്കേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഇലക്ട്രോ ക്രോമിക് എന്ന് പറയുമ്പോൾ അല്ലേ, ഇലക്ട്രിസിറ്റീൻ്റെ വോൾട്ടേജ്, നമ്മൾ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലോ പവർ കൊടുക്കുകയാണെങ്കിൽ ഒരു കളർ വരും, ഹൈ പവർ കൊടുക്കുകയാണെങ്കിൽ വേറെ കളർ വരും. എന്തിന്? നിങ്ങളുടെ ഈ ഗ്ലാസ്, വിൻഡോസ്, അങ്ങനത്തെ സാധനത്തിന് കേട്ടോ, ഗ്ലേസിങ്ങിന് ഒക്കെ. ഇപ്പോൾ കാറിലോ വീട്ടിലോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. തെർമോക്രോമിക് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റപ്പെടുന്നതാണ് നിങ്ങളുടെ വസ്തുവെങ്കിൽ സ്മാർട്ട് മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോക്രോമിക് മെറ്റീരിയൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് ഇലക്ട്രോക്രോമിക് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വോൾട്ടേജ് മാറുമ്പോൾ, ടെമ്പറേച്ചർ മാറുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ തെർമോക്രോമിക് എന്ന് പറയും. വോൾട്ടേജ് മാറുമ്പോൾ ഇതാക്കുകയാണെങ്കിൽ ഇലക്ട്രോക്രോമിക് എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, സ്മോൾ ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ കളർ ഇത് മാറും. ഇതാണെങ്കിൽ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുമ്പോൾ തിരിച്ചു വരും. അത് റിവേഴ്സിബിൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് കാരണമാണ്. ഇത്രയൊന്നും അവർ വർക്കിംഗ് പ്രിൻസിപ്പൾ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്ര ഡീപ്പായിട്ട് വേണ്ടി വരില്ല. പറഞ്ഞ പോലെ അത് ആ മിസ്സും പറഞ്ഞു നോട്ട് ഇങ്ങനെ ഉണ്ടാക്കണോണ്ട് എല്ലാവരും ഒരു ഡ്രാഫ്റ്റ് സ്റ്റേജിൽ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ റിവിഷൻ വരികയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അത് മാനുവലി ആയിട്ടോ ഓട്ടോമാറ്റിക്കലി ആയിട്ടോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ വരിക കേട്ടോ. ഇതിൽ ടങ്സ്റ്റൺ ഓക്സൈഡ് ആണ് ഇതിൻ്റെ വസ്തു. ഇലക്ട്രോക്രോമിക് കെമിക്കലി പറയുകയാണെങ്കിൽ ടങ്സ്റ്റൺ ഓക്സൈഡ് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് മെറ്റീരിയൽ ആണ്. അതെന്ന് പറയുന്നത് മൈക്രോ ക്യാപ്സ്യൂൾസ്, വാസ്കുലർ ഇൻറ്റർവെൽസ് ബാക്ടീരിയ, അതായത് അതിൽ ചില ഗുളിക പോലത്തെ മൈക്രോ ക്യാപ്സ്യൂൾസ് പോലത്തെ എന്തെങ്കിലും സാധനം, അത് നമ്മൾ എവിടെയെങ്കിലും ക്രാക്സ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ ചുമരിലൊക്കെ വല്ല ക്രാക്ക് വരികയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ മൈക്രോ ക്യാപ്സ്യൂൾസ് അവിടെ എംബഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാപ്സുലേറ്റ്സ് ദി ക്രാക്ക് ഫോർമേഷൻ, അപ്പോൾ എൻക്യാപ്സുലേഷൻ നടക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ സെൽഫ് ഹീലിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ ചില ബാക്ടീരിയകളുണ്ട്, ബാക്ടീരിയ അത് നമ്മൾ കോൺക്രീറ്റിലും അതുപോലെ സോയിൽ സ്റ്റെബിലൈസേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ ജെൽ ഫോർമേഷൻ കാരണം അത് ക്രാക്സ് ഒക്കെ കോൺക്രീറ്റിൽ ബാക്ടീരിയ വെച്ചിട്ട് അവർ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ഹാർഡൻ സ്റ്റേറ്റിൽ കോൺക്രീറ്റ് വയലിൻ്റെ പ്ലാസ്റ്റിക് അല്ല, ഹാർഡൻ സ്റ്റേജിലാകുമ്പോൾ ക്രാക്സ് ഒക്കെ വരില്ലേ. പ്ലാസ്റ്റിക് സ്റ്റേജിലെ ക്രാക്സിനെ ഇതാക്കാൻ പറ്റുമോ എന്നുള്ളത് ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാക്ടീരിയൽ ഓർ മൈക്രോ ക്യാപ്സ്യൂൾ ബേസ്ഡ് എന്ന് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ലീക്കേജ്, കൊറോഷൻ, ക്രാക്കുകളാണ് പ്രധാനമായിട്ടും മൈക്രോ ക്രാക്സ് സീൽ ചെയ്യാനായിട്ട്. ഇൻ ഓർഡർ ടു സീൽ ദി മൈക്രോ ക്രാക്സ്, ലീക്കേജ് റെഡ്യൂസ് ചെയ്യാനും കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഒരു സ്മാർട്ട് മെറ്റീരിയൽ ആണ് ഷേപ്പ് അത് പറഞ്ഞൂല്ലോ നമ്മളല്ലേ, ഇത് പറഞ്ഞു. ഫേസ് ചേഞ്ച് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇതെന്ന് പറയുമ്പോൾ, അതായത് തെർമൽ റെഗുലേഷൻ, അതിലെന്താണ് ടെമ്പറേച്ചർ വരുമ്പോഴേ ചില വസ്തുക്കൾ അത് ആ ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്ത് വെക്കും ലാറ്റൻറ്റ് ഹീറ്റായിട്ട് അല്ലേ. ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ വല്ല ആലോചിച്ച് നോക്കും, ഭയങ്കര ചൂട് വരുമ്പോൾ ആ ചൂടിനെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഒരു സ്മാർട്ട് ആണെങ്കിൽ അതിനെ അത് ഇതാക്കി വെച്ചിട്ട് ഭയങ്കര തണുപ്പുള്ള സമയത്ത് റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര റിസർച്ച് ഏരിയയാണ് കേട്ടോ. പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കാം. കാരണം ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടും ഫേസ് ചേഞ്ച് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോഴൊക്കെ ആവശ്യമുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഫേസ് ചേഞ്ച് മെറ്റീരിയൽസ്. ഇനി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ കേസ് സ്റ്റഡി പറയുന്നുണ്ട്, നമുക്ക് അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ മൊഡ്യൂൾ 1 കവർ ചെയ്യാം. ലാസ്റ്റ് ഇത് വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണും. ഓക്കെ, ഇനി നാനോ കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിലബസിലെ ഈ മൊഡ്യൂൾ 4 ലാസ്റ്റത്തെ സംഭവം കണ്ടോ, നാനോ കോൺക്രീറ്റ്. ഇതും കൂടി കഴിഞ്ഞാൽ 2 മിനിറ്റ് മതി ഇത് തീരാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നാനോ? വാട്ട് ഈസ് നാനോ? നാനോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻⁴
എത്രയാണ് 10⁻⁻⁻, എത്രയാണ് നാനോ? ആരെങ്കിലും അറിയാമെങ്കിൽ അവിടെ എഴുതി വയ്ക്കൂ. 10⁻⁻1 നാനോമീറ്റർ ഈക്വൽ ടു 1 × 10⁻⁻, എത്ര മീറ്റർ ആണ്? കറക്റ്റ്, നസാനിയ പറഞ്ഞത് കറക്റ്റാണ്. 10⁻⁻⁹ മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നാനോ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് നാനോ കോൺക്രീറ്റ് എന്ന് പറയുന്നത്? അതിൽ നമ്മളെ നാനോ സ്കെയിൽ മെറ്റീരിയൽസ്, ഇഫ് യു ആർ എംബഡിങ് ദി നാനോ സ്കെയിൽ മെറ്റീരിയൽസ് ടു ദി മൈക്രോ സ്ട്രക്ചർ ഓഫ് ദി കോൺക്രീറ്റിന്റെ ആ ഒരു മൈക്രോ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഇഫ് യു ആർ എംബഡിങ് ദി നാനോ മെറ്റീരിയൽസ്, അപ്പോൾ നമ്മൾ നാനോ കോൺക്രീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ലാസ്റ്റ് മൊഡ്യൂളിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നാനോ എഡിറ്റീവ്സ് ആയിട്ട് നാനോ സിലിക്ക, നാനോ അലുമിന, നാനോ ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ ഇടുന്നുണ്ട്. അത്രേ. നാനോ കാർബൺ നാനോ ട്യൂബ്സ്, CNTs എന്ന് പറയും. ഗ്രാഫീൻ, നമ്മുടെ പെൻസിലിൻ്റെ ഉള്ളിലത്തെ സാധനമില്ലേ ഗ്രാഫീൻ, അപ്പോൾ അതൊക്കെയും ഇതാണ്. അത് നാനോ ക്ലേ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സർഫസ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. നാനോ എന്ന് പറയുമ്പോൾ ഭയങ്കര അല്ലേ, നമ്മുടെ ഭയങ്കര സൈസ് കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സൈസ് കുറയും തോറും അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും, അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ, അത് ഇൻഡിവിജ്വൽ സൈസ് കുറവാണെങ്കിലും അപ്പോൾ അത് ഇങ്ങനെ നമ്മൾക്കൊരു അതിൻ്റെ ഒരു ലംബ് സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ നാനോ മെറ്റീരിയൽസ് നമ്മൾ കോൺക്രീറ്റിൽ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർ സ്ട്രക്ചറിനെ, ആ വോയിഡ്സിൽ പോയിട്ട് ഇതിരിക്കില്ലേ, അതാണ് അതിൻ്റെ പോർ സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്യും, ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും. അതുപോലെ അത് പേസ്റ്റും അഗ്രിയേറ്റും തമ്മിലുള്ള അത് നല്ലതാക്കും എന്നാണ് പറയുന്നത്. ഇന്റർഫേഷ്യൽ ട്രാൻസിഷൻ റിഫൈൻഡ് ദ പോർ സ്ട്രക്ചർ എസ്പെഷ്യലി അറ്റ് ദി ഇന്റർഫേഷ്യൽ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ പേസ്റ്റ് ആൻഡ് അഗ്രിയേറ്റ്. സിമെന്റ് പേസ്റ്റും അഗ്രിയേറ്റ് കോൺക്രീറ്റിൽ ഇടുമ്പോൾ സിമെന്റ് പേസ്റ്റും അഗ്രിയേറ്റും തമ്മിലുള്ള ആ ഒരു ഇന്റർഫേഷ്യൽ ട്രാൻസിഷൻ സോണിൽ നമ്മൾ ഇത് ഫില്ലായി കഴിഞ്ഞാൽ ആ പോർ സ്ട്രക്ചറിനെ ഒന്നും കൂടി ഇതാക്കും എന്നാണ് പറയുന്നത്. അതായത് വോയിഡ്സ് ഒന്നും ഉണ്ടാവില്ല, അതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ സിമെന്റ് ഹൈഡ്രേഷൻ പ്രോസസ്സ്, ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് നല്ല രീതിയിൽ നടന്നാലേ ആണ് നമ്മുടെ കോൺക്രീറ്റിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതിട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിൻ്റെ സിമെന്റ് ഹൈഡ്രേഷൻ പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യാണ്. അതുപോലെ അതിൻ്റെ ഏർലി ഏജ്, അതിൻ്റെ എന്താ പറയുന്നത്, പെട്ടെന്ന് സ്ട്രെങ്ത് ചെയ്യാനുള്ള, പെട്ടെന്ന് തന്നെ 28 ദിവസമൊക്കെ അല്ലേ നമുക്ക് ആ ടീം ഇത് വരുന്നത്. അത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഏർലി ഏജിൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലോങ് ടേം സ്ട്രെങ്ത്, നല്ല രീതിയിൽ സ്ട്രെങ്ത് വരും ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റി, കോൺക്രീറ്റ് ഇംപെർമിയബിൾ ആവണം, അതിലൂടെ വെള്ളം പാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പെർമിയബിലിറ്റി കുറയ്ക്കും. ഷ്രിങ്കേജ് എന്ന് പറയുന്ന വോളിയം ചേഞ്ച് ഒക്കെ മിനിമൈസ് ചെയ്യും. നമ്മുടെ ടെമ്പറേച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഷ്രിങ്കേജ് വരാൻ പാടില്ലല്ലോ, മനസ്സിലായി. അതുപോലെ അതിലെ ഡ്യൂറബിലിറ്റി ആസ്പെക്ട്സ് ആയിട്ടുള്ള കാർബണേഷൻ, ക്ലോറൈഡ് അറ്റാക്ക്, അതൊക്കെ മിനിമൈസ് ചെയ്യാൻ നമ്മുടെ ഈ സാധനത്തിന് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ എംബഡിങ് ദീസ് ടു, എല്ലാം കൂടിയിട്ടല്ല, ഓരോന്നായിട്ട് ഇടാം, മേ ബി കോമ്പിനേഷൻസ് ആയിട്ട് ഇടുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് കണ്ടോ, ഈ ഗ്രാഫീൻ ഇടുമ്പോൾ കുറച്ചും കൂടി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടി കിട്ടുന്നതാണെന്ന് പറയുന്നത് കോൺക്രീറ്റിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കോൺക്രീറ്റിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ പ്രൊജക്റ്റിനൊക്കെ ഉള്ള കുറേ റിസർച്ച് ഏരിയാസ് ആണ് ഇതൊക്കെ. ഇനി അതിൻ്റെ പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിസ്പേർഷ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് മേ ബി ഈ സാധനങ്ങളൊക്കെ നമ്മൾ സസ്പെൻഷൻ രീതിയിൽ കൊളോയിഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിനെ നല്ല പ്രീ ഡിസ്പേർഷ് സസ്പെൻഷൻ ആക്കിയിട്ട് വെള്ളത്തിലൊക്കെ ചാലിച്ച് അങ്ങനെയൊക്കെ വേണം ഇതിനെ, അല്ലെങ്കിൽ കട്ട പിടിക്കില്ലേ, മനസ്സിലായ, അഗ്ലോമറേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അപ്പോൾ പിന്നെ ബലമില്ലാതെയായി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ വളരെ കുറഞ്ഞ ഡോസേജിലാണ് ഇടാൻ പാടുള്ളൂ. ഡോസേജ് കൂടി പോയി കഴിഞ്ഞാൽ വർക്കബിലിറ്റി ഒക്കെ ബാഡാവും. അപ്പോൾ അതുകൊണ്ട് മൈന്യൂട്ടായിട്ട് ഒബ്സർവേഷൻസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ ഇതിൻ്റെ പൈസയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതോടെ കഴിഞ്ഞു, ഇത് ലാസ്റ്റാണ്. ഇനി കോൺക്രീറ്റിൽ അല്ലാതെ നമ്മൾ ഈ നാനോ മെറ്റീരിയൽസ് എവിടെയൊക്കെ സിവിലിൽ യൂസ് ചെയ്യും. അപ്പോൾ എന്താ അവർ പറയണേ, സെൽഫ് ക്ലീനിങ് ആൻഡ് ഡീപൊല്യൂട്ടിങ്, അതായത് ഇതിനൊരു പൊല്യൂഷൻ ഇത് ഉണ്ട് എന്നാണ് പറയുന്നത്. ടൈറ്റാനിയം ഓക്സൈഡിന് ഇപ്പോൾ വെള്ളത്തിലൊക്കെ നല്ല എന്താ പറയുക, ഓർഗാനിക് കുളത്തിലൊക്കെ വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് മേ ബി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയർ പൊല്യൂഷനിലൊക്കെയും ഇതിൻ്റെ സ്പ്രേസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ക്ലീനിങ്, ഡീപൊല്യൂട്ടിങ്. അതുപോലെ ഹൈ പെർഫോമൻസ് കോട്ടിങ് ആൻഡ് സീലേഴ്സ്, അബ്രേഷൻ, ഫ്ലോറിലൊക്കെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
കോട്ടിങ് സർഫസ് സ്പോർട്സിൽ അല്ലേ ഓട്ടം അടയ്ക്കാനായിട്ട് നല്ലതാണ്. മീൻസ് പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ അതിൽ അബ്രേസീവ് റെസിസ്റ്റൻസ് അബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ കൂട്ടാനായിട്ട്, ടൈലിൻ്റെ ഒക്കെ ഹാർഡ്നെസ് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മളിതിന് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ വെതറിങ് ഒന്നും മിനിമൈസ് ചെയ്യാൻ പറ്റും. വെതറിങ് റെസിസ്റ്റൻസ്, അതായത് വെതറിങ് അല്ല വെതറിങ് റെസിസ്റ്റൻസ് തന്നെ, എൻവിറോൺമെൻറ്റൽ ഏജൻസിൻ്റെ അറ്റാക്കിൽ നിന്ന് അതൊക്കെ മഴയും ചൂടൊക്കെ വരുമ്പോൾ അതിന് ഇതാക്കാൻ പറ്റും. ഇനി ഇതൊക്കെ നോക്കുക, ടഫ്നെസ് അല്ലേ, നാനോ ക്ലേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ എലമെൻറ്റ് ആലോചിച്ച് നോക്കുമ്പോൾ വല്ല സ്റ്റീലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ നാനോ കോട്ടിങ് അതിൽ ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടൊരു നാനോ സിലിക്കയുടെ ഒരു പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനെന്തായി, ടഫ്നെസ് കൂടി, ഫയർ പെർഫോമൻസും അതുപോലെ കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ സ്ട്രക്ചേഴ്സ്, സ്ട്രെസ്, കൊറോഷൻ മോണിറ്ററിങ്, ഇത് സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നാനോ സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നാനോ സെൻസേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ സ്ട്രക്ചറിൽ എൻബഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ, ടെമ്പറേച്ചർ, കൊറോഷൻ മോണിറ്ററിങ്ങിന് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിതിൽ കേസ് സ്റ്റഡിയും പറയാനുണ്ട്. അതിൻ്റെ ആ ദിവസം തന്നെ നമുക്ക് മൊഡ്യൂൾ 1 പെട്ടെന്ന് തീരും, 1 മണിക്കൂറിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ.